കെബിൻ, നേരത്തെ ഒരു ചർച്ചയിൽ രോഹിതേട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ്, ശശി തരൂർ എന്നിവർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ശശി തരൂർ മാറി നിൽക്കട്ടെ. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ MP സ്ഥാനം ഒഴിയുകയാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ശബരിനാഥൻ മത്സരിക്കുമെന്നൊരു സൂചന ഇങ്ങനെ രോഹിതേട്ടൻ പറഞ്ഞു പോയിരുന്നു. ഇതിനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായും. അതായത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥനെ ആദ്യമായിട്ടൊരു മുഖമായി ഉയർത്തിക്കൊണ്ടു എന്നത് വെറുതെ അല്ല. അതായത് അങ്ങനെ പെട്ടെന്നൊരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നതല്ല എന്ന് കൃത്യമായിരുന്നു. പക്ഷേ മേഘ പറഞ്ഞത് ഒരു കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ശബരിനാഥ് ആ സീറ്റ് മാത്രമല്ല, കേരളത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ്, അതേപോലെ തന്നെ K. സുധാകരൻ, ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ്, പിന്നെ തുടങ്ങി ഇതേപോലെ ഒരു 6ഓളം MP മാർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അതെ, ഞാൻ അടൂർ പ്രകാശിന്റെ കാര്യം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. അരുവിക്കര വരുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. ഒരു തവണ പയറ്റിപ്പിഴച്ച സ്ഥലമാണ് ശബരിനാഥന് അരുവിക്കര എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ആറ്റിങ്ങലിനുള്ള സാധ്യതയാണ് എന്റെ മുന്നിൽ കൂടുതലായി തോന്നിയത്. തീർച്ചയായിട്ടും. അതായത് ശബരിനാഥൻ നോക്കൂ, ഒരു കോൺഗ്രസിനകത്ത് ഇത്രയും കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും സ്വീകാര്യനായ, പ്രാദേശികമായൊക്കെ പല അസ്വാരസ്യങ്ങളും ജില്ലാ DCC തലങ്ങളിൽ ഉണ്ടെങ്കിലും ഇത്രയും കംഫർട്ടായി നിൽക്കുന്ന വ്യക്തി വേറെ എവിടെയുണ്ട്? അദ്ദേഹം ഒരു വലിയ ഉദ്യോഗത്തിൽ, ഇപ്പം മേഘയ്ക്ക് അറിയാവുന്നതുപോലെ ടാറ്റ കൺസൾട്ടൻസിയുടെ ഒരു ഉയർന്ന ചുമതലയിൽ നിന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള G. കാർത്തികേയൻ മരണപ്പെടുന്നു. ആ ഒഴിവിലേക്ക് ആരെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് ശബരിനാഥൻ വരുന്നു. അദ്ദേഹത്തിന് എത്രത്തോളം പൊളിറ്റിക്സ് വഴങ്ങുമെന്നുള്ള കാര്യം എല്ലാവർക്കും സംശയമായിരുന്നു. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തെ കൃത്യമായി ആദ്യ തവണ അരുവിക്കരയിൽ വന്ന് മത്സരിക്കുന്നു, ജയിക്കുന്നു. രണ്ടാമത്തെ തവണ അവിടെ G. സ്റ്റീഫനോട് പരാജയപ്പെടുന്നു. അദ്ദേഹം ഇത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ 2015 കാർത്തികേയൻ മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. നമ്മൾ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ പുട്ടുപോലെ വിജയിച്ച സ്ഥലമായിരുന്നു അരുവിക്കര. അതുപോലെ വളരെ വളരെ നല്ല രീതിയിലുള്ള പ്രചാരണമായിരുന്നു. എന്റെ മണ്ഡലം അരുവിക്കര മണ്ഡലമാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യമായിരുന്നു. വളരെ അടിപൊളിയായിട്ട് പ്രചാരണം നടത്തി വിജയിച്ചതിന് ശേഷം ബൈ ഇലക്ഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രവർത്തനം മോശമായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം അത് കഴിഞ്ഞ് G. സ്റ്റീഫനുമായിട്ടുള്ള പരാജയം വലിയ പരാജയമായിരുന്നു. അത് കഴിഞ്ഞ് ശബരിനാഥന്റെ അഡ്രസ്സ് കുറെ കാലം ഇല്ലായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ ഹോംവർക്കുകളും വലിയ പ്ലാനിങ്ങും നല്ല രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക്വത വന്ന് തിരിച്ച് ഈ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ശബരിനാഥനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നോക്കൂ, അതായത് നേരത്തെ മേഘ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ ശബരിനാഥിന്റെ പേര് ഉയർന്നു കേൾക്കാൻ കഴിച്ചത്. അതിനുശേഷമാണ് തിരുവനന്തപുരം DCC പാലോട് ഫോൺ വിവാദത്തിൽപ്പെട്ട് രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിലാണ് അവിടേക്ക് ചെറുപ്പക്കാർ വരണമെന്നൊരു, അതായത് ജംബോ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ വരണമെന്നൊരു വലിയ ആവശ്യം വരികയും അവിടെ ഉയർന്നു കേട്ടിരുന്ന ഒരു പേരായിരുന്നു ശബരിനാഥൻ എന്നുള്ളത്. അപ്പോൾ വേറെ പലർക്കും ആ സ്ഥാനത്തേക്ക് ആഗ്രഹം കൊണ്ടിരുന്നെങ്കിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ശബരിനാഥന കൊണ്ടുവരണം, ശബരിനാഥൻ സംഘടനയിൽ നിന്ന് ചലിപ്പിക്കട്ടെ. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പട്ടിക പുറത്തു വിടുന്നു. 27 പേരുടെ പട്ടിക. അതിൽ മുരളീധരൻ പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ അതിനു മുമ്പ് തന്നെ വിവരങ്ങൾ, ഈ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ ഞാനും രോഹിത്ജിയൊക്കെ ഉൾപ്പെടെ ഇത് ചർച്ച ചെയ്തൊരു സാഹചര്യമാണ്. അതിനുശേഷമാണ് ഇത് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് വാർത്ത വരുന്നതും. അതായത് ഇത്തരത്തിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുക എന്ന് പറയുന്നത് കൃത്യമായി ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞ കംഫർട്ട് സോണിൽ നിൽക്കുന്ന കോൺഗ്രസിലെ മറ്റൊരു രാഷ്ട്രീയക്കാരനില്ല. അവിടെ നിന്ന് എന്തായാലും ഇപ്പം ശശി തരൂരിന്റെ കാര്യം മാറ്റി നിർത്തും. ശശി തരൂർ ഇപ്പോൾ BJP ഏജന്റ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം BJP-കാരനായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്നൊക്കെ പല കോണുകളിൽ നിന്നും പല ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏത് സീറ്റ് മാറ്റിയാലും, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എടുത്താലും, ഇപ്പോൾ നമ്മുടെയൊക്കെ ഞാനും മേഘയൊക്കെ അടങ്ങുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുത്താലും അവിടെ രണ്ടിടത്തും പ്ലാൻ ചെയ്യാൻ കൃത്യമായി കരുതി വെച്ചിരിക്കുന്ന ഒരു ആറ്റം ബോംബാണ്
അതായത് ശബരിനാഥ് എന്ന് അതെ, പറയുന്നത് ശബരിനാഥനെ പ്ലേസ് ചെയ്ത സാധനം. കാരണം എനിക്ക് തോന്നുന്നു ഈ ത്രിതല പഞ്ചായത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ പ്ലേസ് ചെയ്യാതെ കൊണ്ടിറക്കിയാൽ പോലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക 50-50 ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടു കൃത്യമായി പ്ലാൻ ചെയ്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 9 എന്നുള്ളത് 19 ഉയർത്താൻ ശബരിനാഥൻ ലീഡ് ചെയ്ത ടീമിനെ കൊണ്ട് തന്നെയാണ് സാധിച്ചത്. അത് നമ്മുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലോക്സഭ ബൈ ഇലക്ഷനിൽ ഈ വരുന്ന ഇനി ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് പോലെ അടൂർ പ്രകാശ് കോന്നിയിലേക്ക് പോകുകയാണ്. എനിക്ക് തോന്നുന്നു ശബരിനാഥ് ബൈ ഇലക്ഷൻ വിന്നർ ആണെന്ന്. നോക്കൂ, അല്ല ഞാൻ അങ്ങനെ തമാശക്ക് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വരേണ്ടി വന്നത്. അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ വിജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, UDF ഒരു ട്രെൻഡ് അടിച്ചു കയറുന്ന സമയമാണ്. അത്തരത്തിൽ അടൂർ പ്രകാശ് അവിടെ നിന്ന് കോന്നിയിലേക്കോ അല്ലെങ്കിൽ BJPയിലേക്ക് പോയില്ലെങ്കിൽ ശശി തരൂർ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് എവിടെയെങ്കിലും മത്സരിക്കുകയോ ചെയ്താൽ ബൈ ഇലക്ഷനിൽ അടുത്തത് ആരാ ജയിക്കാൻ പോകുന്നത്? അവിടെ ശബരിനാഥാണ്. ആ ട്രെൻഡ് അനുസരിച്ച് വരികയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ തവണ പക്ഷേ ഇപ്പോഴുള്ള ഫോമിൽ അദ്ദേഹം പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ടാം നിര കുറച്ചുകൂടി ശക്തമാക്കുന്ന വലിയ നല്ലൊരു കാൻഡിഡേറ്റ് അല്ല. നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചർച്ചകൾക്ക് നമ്മുടെ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള BRM ഷഫീറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, കോർപ്പറേഷൻ പരിധിയിൽ അല്ലെങ്കിൽ സിറ്റി ലിമിറ്റഡ് പരിധിയിലേക്കകത്ത് വിഷയങ്ങളെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ശബരി അവിടെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. കൃത്യമാണ്. അതായത് ഈ കുറെ നാളുകൾ ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അദ്ദേഹം ശാസ്ത്രമംഗലത്തേക്ക് താമസം മാറുകയും നഗര കേന്ദ്രീകൃതമായി സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും അവിടെ കൃത്യമായി പിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ശബരിനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പാർലമെന്റിലേക്ക്, അതായത് ആറ്റിങ്ങലിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ പ്ലേസ് ചെയ്യാൻ ഇത് കോൺഗ്രസ് എല്ലാം കൃത്യമായിട്ടുള്ള ഫോർവിഷനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയ്ക്കോ ഏതോ ഒരു വോട്ട് കവല പോലെ എന്തോ ഒരു പരിപാടിയുണ്ട്, ഏത് ചാനലിൻ്റെ ആണെന്ന് ഓർക്കുന്നില്ല. ഇപ്പോൾ തോറ്റ് കഴിഞ്ഞാലും ഇവിടെ തന്നെ കാണുമെന്ന് ശബരിനാഥ് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം മേയർ ആയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അവരുടെ 19 പേർക്ക് നൽകുന്ന ഊർജം, 19 പേരുമായി ചേർന്ന് UDFന്റെ ടീമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം എനിക്കും മേഘയ്ക്കും എല്ലാം അറിയുന്ന പോലെ ഒരു വലിയ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നതിന് ശേഷം 800 സംതിങ് വോട്ടുകൾക്കാണ് അവിടെ അടൂർ പ്രകാശ് ജയിച്ചു വരുന്ന സാഹചര്യം. തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒരുപോലെ കയറിയും ഇറങ്ങിയും നിന്നായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പോലും വിജയം പ്രവചിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്ര ശക്തമായി. അതായത് ഇപ്പോഴത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയിയും അടൂർ പ്രകാശും V മുരളീധരനും അടങ്ങുന്ന ശക്തമായ ത്രികോണ മത്സരം നടന്നൊരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ആറ്റിങ്ങലിൽ ഇത്തരത്തിൽ ഒരു മത്സരം ഇനി V ജോയി ഒന്നും കൂടെ വന്നേക്കാം, പറയാൻ പറ്റില്ല. അവരുടെ സ്ട്രാറ്റജി പ്ലാനുകൾ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അത് മുന്നോട്ട് വരേണ്ടതുണ്ട്. ശബരിനാഥിന് കൃത്യമായിട്ടൊരു സ്പേസ് എനിക്ക് തോന്നുന്നു. ഇപ്പം നേരത്തെ മേഘയുടെ ടേക്ക് പ്രകാരം ആറ്റിങ്ങലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അദ്ദേഹത്തിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും കുറച്ചുകൂടി തിളങ്ങാനാവുക. ആ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിനനുസരിച്ച്, അതായത് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ പക്ഷെ അവിടെയുള്ള സാധ്യത എന്ന് പറയുന്നത് ശശി തരൂരിന്റെ നിയമസഭാ സീറ്റിലേക്ക് മത്സരിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അതെ, അദ്ദേഹം BJPയിലേക്ക് പോകുമെന്നാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെവിൻ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്, അദ്ദേഹം BJPയിലേക്ക് പോയില്ലെങ്കിൽ ഇവിടെ നിയമസഭാ മത്സരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഞാൻ പലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു ശശി തരൂരിന് ലോക്സഭാ സീറ്റ് തന്നെയാണ് നല്ലത്. അപ്പൊ ഈ BJP ആയിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ നന്നായിട്ട് രക്ഷിക്കാൻ എല്ലാ തവണയും മറ്റേ കോസ്റ്റൽ ഏരിയ കിടക്കുന്നത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. അതായത് ഞാൻ പറയുന്നത് ശശി തരൂരിന് പോലെ ശബരിനാഥ് വരികയാണെങ്കിൽ ഈ ചോരുന്ന വോട്ടുകൾക്ക് ഒരു ക്രോഡീകരണം. എനിക്ക് തോന്നുന്നു അരുവിക്കരയെക്കാളും വേരോട്ടമുള്ള ശബരിനാഥന്റെ മണ്ണ് വട്ടിയൂർക്കാവ് ശാസ്തമംഗലമാണ്. അത് തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം ഒരുപാട് വ്യക്തിബന്ധങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കി. അത് ഒരുപക്ഷെ നോക്കൂ, അദ്ദേഹം ഇപ്പോൾ ഈ മേയർ തെരഞ്ഞെടുപ്പിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ N ശക്തന് താൽക്കാലിക ചുമതല DCCയുടെ കൊടുത്തില്ലായിരുന്നു. അദ്ദേഹം DCC പ്രസിഡന്റ് ആകുന്ന ഒരു ഘട്ടം വരെയൊക്കെ പോയിരുന്നു. അപ്പോൾ 6 ലോക്സഭയിലേക്ക് മത്സരിച്ച MP മാർ കോൺഗ്രസിന്റെ ഇവിടെ MLA ആയിട്ട് നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ളത് ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു. ശബരിനാഥ് തിരുവനന്തപുരത്തിന്റെ മുഖമായി മാറാൻ പോകുന്നു. തിരുവനന്തപുരം ലോക്സഭയിൽ അല്ലെങ്കിൽ ആറ്റിങ്ങിൽ അടൂർ പ്രകാശ് കോന്നിയിലേക്ക് പോയി ജയിച്ച UDF മന്ത്രിസഭ വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയാണ്. ശശി തരൂരിനെ മാന്യമായ രീതിയിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ശശി തരൂർ ഒന്നും മത്സരിക്കില്ല, ശശി തരൂർ BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ മൈൻഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ വെറുതെ വന്ന്
പോകാനല്ല ശബരിനാഥിന്റെ ഈ മേയർ കാൻഡിഡേറ്റ് എന്നുള്ള മുഖം ഉയർത്തിക്കാട്ടിയത്. കൃത്യമായി പ്ലാൻ ചെയ്ത് പിച്ച് ചെയ്ത് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസുകാരുടെ സംഘടന ഇനി ശബരിനാഥനിലൂടെ ചലിപ്പിക്കാനുള്ള ഒരു മിഷൻ ആണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്.